ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പോളിടെക്നിക് മാത്സിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ മൂന്നാമത്തെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2021 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയവർ ഇങ്ങോട്ട് വരണ്ട, അല്ലാത്തവർ ഒന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു 2021 ചോദിച്ചത്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ 2 ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. 2 ക്വസ്റ്റൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നേ. അതിൽ ആദ്യത്തെ ക്വസ്റ്റൻ രണ്ടും കൂടിയിട്ട് 7 മാർക്ക്, ആദ്യത്തെ ക്വസ്റ്റിനും 4 മാർക്കും, സെക്കൻഡ് ക്വസ്റ്റിന് 3 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എന്താണ്? 2 + 3i ഇൻറ്റു 1 - 4i. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിപ്പിച്ചിരുന്നേ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്തിരുന്ന ഓർമ്മയുണ്ടല്ലോ? ഇവിടുത്തെ ഫസ്റ്റ് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്ക് 2 അല്ലേ, 2 × 1 ഓക്കെ പ്ലസ് 2 × 1 പ്ലസ് 2 × -4i. കണ്ടോ? 2 × 1 ഇങ്ങോട്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വരച്ച് നോക്കുക. 2 × 1 പ്ലസ് 2 × -4i പ്ലസ് അടുത്തെന്താ? മുകളിൽ നിന്ന് വരയ്ക്കുക. ഇത് നോക്കുക. സെക്കൻഡ് നമ്പർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് നമ്പർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആരാണ് സെക്കൻഡ് നമ്പർ? 3i അല്ലേ? 3i × 1 പ്ലസ് 3i × -4i. 3i × -4i. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്തത് എന്താണെന്ന് നോക്കണം പറയാം. 2 × 1 പ്ലസ് 2 × -4i പ്ലസ് 3i × 1 പ്ലസ് 3i × -4i. ക്ലിയർ അല്ലേ? ഈക്വൽ ടു. ഇനി ചെയ്ത് നോക്കാം. 2 × 1 എത്രയാണ്? 2 പ്ലസ് 1 അല്ലേ? പിന്നെ 2 × -4i ആണ്. 2 × -4 അറിയാത്തവർ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ കാൽക്കുലേറ്ററിൽ. 2 × -4 എത്രയാണ്? -8i പ്ലസ് 3i × 1 പ്ലസ് 3i മൈനസ് 4 × 3 12i² മൈനസ് 12i². ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം. ഈക്വൽ ടു 2 - 8i പ്ലസ് 3i മൈനസ് 12 നേരത്തെ പറഞ്ഞതുപോലെ i² വാല്യൂ എത്രയാണ്? -1 ആണ്. ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. മാക്സിമം സ്റ്റെപ്പ് എഴുതിക്കോളൂ കേട്ടോ. ഇത് ഒറ്റയടിക്ക് എഴുതാവുന്നേ ഉള്ളൂ. 2 സ്റ്റെപ്പ്. നല്ല പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ 2 സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ആൻസർ ചെയ്യും. നമുക്കത് വേണ്ട, നമ്മൾ അത്ര പഠിക്കുന്ന പിള്ളേരല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സാധാരണ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യാം. അപ്പോൾ മൈനസും വരുമ്പോൾ എന്താ വരിക? +12i. ക്ലിയർ അല്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഗ്രൂപ്പ് ആക്കുന്നു. ഏതൊക്കെ ഗ്രൂപ്പ് ആക്കുന്നു? ഐ ഇല്ലാത്ത ടേമുകൾ. ഇവിടെ 2ൻ്റെ കൂടെ ഐ ഇല്ല, അയാൾ എഴുതി. പിന്നെ ആരാണ്? 12 അല്ലേ? മിക്കവരും തെറ്റിക്കുന്നത് എന്താ പറയുക? 2 - 12 എന്ന് എഴുതി. 2 - 12 അല്ല, 12ൻ്റെ ഫ്രണ്ടിലെ സൈനാണ് നോക്കുന്നത്. 12ൻ്റെ ഫ്രണ്ടിൽ പ്ലസ് അല്ലേ? അപ്പോൾ 2 + 12 ആണ് ഒരു ഗ്രൂപ്പ് കേട്ടോ. 2ഉം + 12 ഒരു ഗ്രൂപ്പ്, -8iയും + 3iയും അടുത്ത ഗ്രൂപ്പ്. കണ്ടോ? അപ്പോൾ 2ഉം + 12ഉം ഒരു ഗ്രൂപ്പ്, -8iയും + 3iയും ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇത് എത്ര പേര്? 2 + 12 കൂട്ടി നോക്കുക കാൽക്കുലേറ്ററിൽ 14 എന്ന് കിട്ടും. പ്ലസ് -8iയും 3iയും കൂടി ആഡ് ചെയ്യണം കാൽക്കുലേറ്ററിൽ. ഇതൊക്കെ തെറ്റിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് സാറ് എന്തിനാ ഇത്രയും ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ പേപ്പർ നോക്കുമ്പോൾ -8 3 കൂട്ടാത്ത അറിയാത്തവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ. അതുകൊണ്ടാണ് പറഞ്ഞത്. -8 ഒരു നാണക്കേടും വേണ്ട. ഞാൻ കാൽക്കുലേറ്റർ ഇപ്പോൾ ഫോണിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല. -8 എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലസ് എത്രയാണ്? 3 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? -5 കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ -5i ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ 14 - 5i എന്ന് എഴുതിയ അവസാനിപ്പിക്കുക. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവർ ഒരു വിഷമം വിചാരിക്കണ്ട. കാരണം മാത്സ് അധികം ഇഷ്ടമില്ലാത്തവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അല്ലേ? അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കുക, ജയിക്കുക, അത്രേ ഉള്ളൂ. അതിപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണില്ലെന്നൊന്നും ആരും പറയുന്നില്ല. ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു, തോറ്റു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേറ്റർ എന്തായാലും യൂസ് ചെയ്യുക. മാക്സിമം കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. കാരണം ഒരുപാട് പേര് അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കൂട്ടലും കുറയ്ക്കലും വരുമ്പോൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ലാസ്റ്റ് കൊണ്ടേ തെറ്റിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റർ ആഡ് ചെയ്യുക. സെറ്റാണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആക്കിട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ചിട്ട് എളുപ്പമാണ്. അധികം നമ്പേഴ്സ് ഒന്നുമില്ല. എന്തായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 - i ഇൻറ്റു 3 + i. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ചെയ്തോ. 2 ഇൻറ്റു കണ്ട ഇത് ഇൻറ്റു ഫസ്റ്റ് ടേം എത്ര? 2 × 3 പ്ലസ് അടുത്ത് ഇത് ഇൻറ്റു ഇത് 2 × i പ്ലസ് എപ്പോഴും സെൻട്രൽ പ്ലസ് കണ്ടോ.
2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു ഐ പ്ലസ് ഇത് തമ്മിൽ മൈനസ് ഐ ഇൻറ്റു 3 പ്ലസ് മൈനസ് ഐ ഇൻറ്റു ഐ ഈക്വൽ ടു 2 ഇൻറ്റു 3 എത്രയാണ് 6 പ്ലസ് 2 ഇൻറ്റു ഐയോ 2i മൈനസ് ഐ ഇൻറ്റു 3 മൈനസ് 3i മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ സ്ക്വയർ. ഇനി വീണ്ടും ഐ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു മൈനസ് 1 കൊടുക്കുകയാണ്. അപ്പം ആൻസർ 6 പ്ലസ് 2i മൈനസ് 3i മൈനസ് മൈനസ് 1. അതൊരു സ്റ്റെപ്പ് കൂടി എഴുതാം. 6 പ്ലസ് 2i മൈനസ് 3i പ്ലസ് 1. ഇനി പറഞ്ഞതുപോലെ നോക്കുക, റിയൽ പാർട്ടായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ 6 ഉണ്ടായിരുന്നു, അവിടെ പ്ലസ് 1ഉം അതൊരു ഗ്രൂപ്പ്. ഇവിടെ 2i ഉണ്ട്, മൈനസ് 3i ഉണ്ട്, അതൊരു ഗ്രൂപ്പ്. സെൻറ്ററിൽ പ്ലസ് ഇടാ. എല്ലാ പ്രോബ്ലം ഇങ്ങനെ ഇട്ട് ശീലിച്ചത് പ്രശ്നമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്. സെൻറ്ററിൽ പ്ലസ് ഇട്ടിട്ട് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതാം. 7 പ്ലസ് 2 മൈനസ് 3 കുറച്ച് ഇതൊക്കെ തെറ്റിക്കായിട്ട് നമ്മൾ 2 മൈനസ് 3 കാൽക്കുലേറ്റർ അടിക്കുക, മൈനസ് 1i എന്ന് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ് 7 മൈനസ് ഐ എന്ന് വരും കേട്ടോ. ഇതാണ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? 2021 7 മാർക്കായിരുന്നേ. ഇത് രണ്ടും കൂടി ചെയ്താൽ നമുക്ക് 7 മാർക്ക് കിട്ടും കേട്ടോ. എന്തായാലും ഇതുവരെ ചെയ്തല്ലേ, 23യുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കാവേ. ഇപ്പോൾ 23യുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ 2023 നമുക്ക് 2 ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചിരുന്നത്, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൈനസ് 1 പ്ലസ് 3i ഇൻറ്റു 1 പ്ലസ് ഐ. എളുപ്പമാണ്, ഈ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുകയാണ്. മൈനസ് 1 അല്ലേ ഫസ്റ്റ് ടേം, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു ഐ പ്ലസ്. കണ്ടോ എന്താ ചെയ്തത്? മൈനസ് 1 ഇൻറ്റു 1 ചെയ്തു, മൈനസ് 1 ഇൻറ്റു ഐ ചെയ്തു. ഇനി എന്താണ് 3i ഇൻറ്റു 1 ചെയ്യുക, 3i ഇൻറ്റു ഐ ചെയ്യുക. ക്ലിയർ ആയോ? അതായത് ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു ഐ പ്ലസ് 3i ഇൻറ്റു 1 പ്ലസ് 3i ഇൻറ്റു ഐ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. 3i ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3i ആണ്. 3i ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 3i സ്ക്വയർ ആണ്. ഐ സ്ക്വയറിന് വാല്യൂ എടുക്കുക. അപ്പോൾ മൈനസ് 1 മൈനസ് ഐ പ്ലസ് 3i പ്ലസ് 3 ഇൻറ്റു മൈനസ് 1. മൈനസ് 1 മൈനസ് ഐ പ്ലസ് 3i 3 ഇൻറ്റു മൈനസ് 1 ആണ് മൈനസ് 3. ഇനി നോക്കുക, റിയൽ പാർട്ടുകളിനെ ഗ്രൂപ്പ് ചെയ്യാം. റിയൽ പാർട്ട് ഇവിടെ മൈനസ് 1ഉം അവിടെ മൈനസ് 3 ആണ്, അത് ഗ്രൂപ്പ് ചെയ്തു. പ്ലസ് സെൻറ്ററിൽ പ്ലസ് ഇടാം. ഇമാജിനറി പാർട്ടുകൾ ഗ്രൂപ്പ് ചെയ്യാം. ഏതൊക്കെയാണ്? മൈനസ് ഐയും പ്ലസ് 3iയും. കാൽക്കുലേറ്റർ ആഡ് ചെയ്യുക. മൈനസ് 1 മൈനസ് 3 ഇൻറ്റു അല്ല, കൂട്ടുകണക്ക് ചെയ്യണേ, മൈനസ് 4 ആണ് കേട്ടോ. പ്ലസ് മൈനസ് ഐയും പ്ലസ് 3iയും കൂടി കൂട്ടുക. അതായത് മൈനസ് 1 പ്ലസ് 3, മൈനസ് 1ഉം 3യും കൂടി കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 2i വരും കേട്ടോ. ഇതാണ് ചോദിച്ചത്. ഓക്കെ, ഇതുപോലെ ചെയ്ത് നോക്കണേ. തനിയെ ചെയ്ത് നോക്കാം, മാക്സിമം ബോർഡിൽ നോക്കാണ്ട് തനിയെ ചെയ്യുക. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ ആണേ. ഇപ്പോൾ 4 മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് ഐ ചെയ്യുന്നു. എത്ര വരിക? ഇതേപോലെ ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു ഐ പ്ലസ് മൈനസ് ഐ ഇൻറ്റു 2 പ്ലസ് മൈനസ് ഐ ഇൻറ്റു ഐ. 4 ഇൻറ്റു 2 എത്രയാണ്? 8. 4 ഇൻറ്റു ഐയോ 4i മൈനസ് ഐ ഇൻറ്റു 2 മൈനസ് 2i മൈനസ് ഐ സ്ക്വയർ ആയി. ഐ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 8 പ്ലസ് 4i മൈനസ് 2i മൈനസ് മൈനസ് 1. 8 പ്ലസ് 4i മൈനസ് 2i പ്ലസ് 1. ഇങ്ങനെ എഴുതിയിട്ട് റിയൽ പാർട്ടുകളായി ഗ്രൂപ്പ് ചെയ്യുക. അതിന് മുമ്പൊക്കെ ആൻസർ ചെയ്യാം കേട്ടോ, ഞാൻ പിന്നെ സ്റ്റെപ്പ് എഴുതി ചെയ്തെന്നുള്ളൂ കേട്ടോ. ഏതാ റിയൽ പാർട്ട്? 8 പ്ലസ് 1 ഒരു ഗ്രൂപ്പ്, പ്ലസ് 4i മൈനസ് 2i അടുത്ത ഗ്രൂപ്പ്. 8 പ്ലസ് 1 എത്രയാണ്? 9 ആണ്. 4i നിന്ന് 2i കുറച്ചാലോ 2i ആണ് കേട്ടോ. ഇതാണ് ആൻസർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ക്ലാസ്സുകളാണ് ചെയ്തത്. 3 ക്ലാസ്സിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ്, കോംപ്ലക്സ് നമ്പറും അതുപോലെ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് കാണാൻ പഠിച്ചു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 18 മാർക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഈ 3 വീഡിയോസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 18 മാർക്ക് വേണം കിട്ടി. 18 മാർക്ക് കിട്ടി.
ഇനി ഈ ഒരു യൂണിറ്റിലെ ചോയ്സ് ആണ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ. അത് നമുക്ക് ആദ്യം നോക്കുന്നില്ല. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ഉണ്ട്. നമുക്ക് ഡിഫറൻസിയേഷനും എന്നുള്ള ടോപ്പിക്കിൻ്റെ ബേസിക്കാണ്. അധികം വലിയ സംഭവങ്ങളൊന്നും ഇല്ലെന്നേ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇത് കാണാം. കഴിഞ്ഞ ഈ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലേ ലിസ്റ്റ് നോക്കി കാണാം. ട്രിഗണോമെട്രിയുടെ വീഡിയോസ് കുറവായിരുന്നു. അത് നമുക്ക് വീഡിയോസ് ഇന്ന് ചെയ്യാം. അടുത്ത വീഡിയോസ് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരോടും എഴുതി പഠിക്കാൻ പറയണം. ചുമ്മാ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് മെസ്സേജ് അയക്കുന്നതാണ്, സാറേ ഞാൻ എഴുതി പക്ഷേ കിട്ടിയില്ല. അങ്ങനെ എഴുതി യാതൊരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി വരുന്ന 6-ാം തീയതി എക്സാം, ഇനി വരുന്ന 2-3 ദിവസങ്ങളിൽ കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും എഴുതി ഫോർമുലാസൊക്കെ എഴുതി പഠിക്കുക ആത്മാർത്ഥമായിട്ട്. 6 മാസം നമ്മൾ കളിച്ചു നടന്നില്ലേ, ഒരു 2 ദിവസം അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.